നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല തരത്തിലുള്ള ആളുകളെ കാണാറുണ്ട് അല്ലേ? ചിലരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നും. എന്നാൽ മറ്റു ചിലരുമായിട്ട് സംസാരിക്കുമ്പോഴോ നമ്മുടെ എനർജി തന്നെ നഷ്ടപ്പെടുന്നതായിട്ട് തോന്നും. നമ്മുടെ സമാധാനം തന്നെ ചോർന്നു പോകുന്നതായിട്ട് തോന്നും. എപ്പോഴും ഞാൻ, എൻ്റെ എന്ന് മാത്രം വിചാരിച്ച് സംസാരിക്കുന്നവർ. ഇത്തരത്തിലുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലേ? അതെ, ഈഗോ ഉള്ളവരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. എങ്ങനെ ഇത്തരക്കാരെ തിരിച്ചറിയാം, എങ്ങനെ ഇത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇവരുടെ ഒരു ലക്ഷണങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് നോക്കിയാലോ. എപ്പോഴും തങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുക എന്നതാണ് അവരുടെ ഒരു രീതി. ഏത് വിഷയം സംസാരിച്ചാലും അത് കറങ്ങിത്തിരിഞ്ഞ് അവരിലേക്ക് തന്നെ എത്തിച്ചേരും. മറ്റുള്ളവരുടെ നേട്ടങ്ങളെക്കാൾ സ്വന്തം കഥകൾക്ക് ഇവർ പ്രാധാന്യം നൽകും. തെറ്റ് സമ്മതിക്കാൻ ഇവർക്ക് എപ്പോഴും മടിയായിരിക്കും. ഇവർക്ക് ഒരിക്കലും തെറ്റ് പറ്റില്ല എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ തെറ്റായ ഒരു കോൺഫിഡൻസ് ഇവർക്ക് എപ്പോഴും ഉണ്ട്. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായാൽ പോലും അതെപ്പോഴും മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനായിരിക്കും ഇവർക്ക് താല്പര്യം. ഒരു സോറി പറയാൻ പോലും ഇവർക്ക് മടിയായിരിക്കും. എപ്പോഴും മറ്റുള്ളവരെ വില കുറച്ച് കാണുക, താനാണ് ഏറ്റവും വലിയ ആള്, താനാണ് ഏറ്റവും മിടുക്കൻ എന്നുള്ളൊരു തോന്നലായിരിക്കും ഇവർക്കുള്ളത്. മറ്റുള്ളവരെ എപ്പോഴും നിസാരവൽക്കരിച്ച് കാണുക എന്നതാണ് ഇവരുടെ ഒരു രീതി. ഇവർക്ക് വിമർശനങ്ങളെ നേരിടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കാം. എന്തെങ്കിലും തെറ്റുകൾ നമ്മൾ തിരുത്തി കൊടുത്താൽ പോലും അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരികയോ അല്ലെങ്കിൽ അത് മനസ്സിൽ വെച്ച് പ്രതികാരം ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഇത്തരത്തിലുള്ള ഈഗോ ഉള്ളവരെ നമ്മൾ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ, വീട്ടിൽ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അവരെ എങ്ങനെ നേരിടാം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അവര് എന്ത് പറഞ്ഞാലും അത് വ്യക്തിപരമായിട്ട് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ക്യാരക്ടറാണ്. മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് സങ്കടപ്പെടുത്തുക എന്നുള്ളത്. അവരങ്ങനെ പറയുമ്പോൾ നമ്മളത് പേഴ്സണലി എടുക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ അത് വിഷമിക്കാതിരിക്കുക അവരുടെ സ്വഭാവമാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവരുമായിട്ട് എന്തെങ്കിലും വാക്ക് തർക്കം ഉണ്ടായാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ് ഒരു പോംവഴി. കാരണം ഒരിക്കലും ഇത്തരക്കാരുമായിട്ട് തർക്കിച്ച് ജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത്തരക്കാരുമായിട്ട് എപ്പോഴും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങളെ തളർത്താൻ അവരെ ഒരിക്കലും അനുവദിക്കാതിരിക്കുക. എവിടെയാണ് നിർത്തേണ്ടത് എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. നമുക്ക് വിനയത്തോടെ അല്ലെങ്കിൽ എന്നാൽ സ്റ്റേൺ ആയിട്ടും അവരോട് നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കി പറയുക. റിയാക്ട് ചെയ്യാതിരിക്കുക. നമ്മളെ പ്രകോപിപ്പിക്കാനായിരിക്കും അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ അവർ വിജയിച്ചതായിട്ടായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ആ ഒരു ശാന്തത പാലിക്കുക, ഒരു ബൗണ്ടറി നിശ്ചയിക്കുക, നിർത്തേണ്ട സ്ഥലത്ത് നിർത്തുക, വിനയത്തോടുകൂടി എന്നാൽ സ്റ്റേൺ ആയിട്ട് നോ പറയേണ്ടടുത്ത് അല്ലെങ്കിൽ നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കേണ്ടടുത്ത് വ്യക്തമാക്കുക. അമിതമായിട്ടുള്ള ഒരു ഈഗോ എന്ന് പറയുന്നത് അതൊരു മാനസികാവസ്ഥയാണ്. അത് മാറ്റിയെടുക്കാൻ അവർ സ്വയം തീരുമാനിച്ചാൽ മാത്രമേ കഴിയൂ. നമുക്കൊരിക്കലും അതിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഈഗോ കാരണം നമ്മുടെ സമാധാനം ഒരിക്കലും കളയേണ്ട ആവശ്യമില്ല. ഇത്തരക്കാരുമായിട്ട് എപ്പോഴും ഒരു അകലം പാലിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. എല്ലാം എനിക്കറിയാം എന്നുള്ളൊരു ഭാവമാണ്. മറ്റാരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഉപദേശം നൽകിയാലോ അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ തിരുത്താൻ ശ്രമിച്ചാലോ ഒരിക്കലും അവര് അത് സമ്മതിച്ചു തരത്തില്ല. താനാണ് ഏറ്റവും വലിയ മിടുക്കൻ, താനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നായിരിക്കും അവര് ചിന്തിക്കുന്നത്. എപ്പോഴും മറ്റുള്ളവരെ വില കുറച്ച് കാണുന്ന ഒരു സ്വഭാവമായിരിക്കും ഇത്തരത്തിൽ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കുള്ളത്. അത് പ്രത്യേകിച്ച് തന്നെക്കാട്ടിലും പണത്തിലോ പദവിയിലോ ഒക്കെ താഴെയുള്ളവരാണെങ്കിൽ അവരെ ബഹുമാനിക്കാൻ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇവർക്ക് എപ്പോഴും മറ്റുള്ളവരുടെ വിജയത്തിൽ അസൂയ ആയിരിക്കും. അതിപ്പം സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ ഒക്കെ വിജയിക്കുമ്പോൾ അവർ ഒട്ടുമേ ആത്മാർത്ഥത ഇല്ലാതെയായിരിക്കും അവർ ആ ഒരു സെലിബ്രേഷനിൽ പങ്ക് കൊള്ളുന്നത്. അല്ലെങ്കിൽ മാറി നിന്ന് ഇവരെ കുറ്റം പറയാനും വിമർശിക്കാനും ഒക്കെ ഇവർ ശ്രമിക്കും. അവരെപ്പോഴും റെസ്പെക്ട് പ്രതീക്ഷിക്കും. അവരാരെയും റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ പോലും അങ്ങോട്ട് എപ്പോഴും റെസ്പെക്ട് പ്രതീക്ഷിക്കും. അവർ ചെല്ലുന്നിടത്ത് ആളുകൾ എഴുന്നേറ്റ് നിൽക്കണം, അവരെ ബഹുമാനിക്കണം എന്നൊക്കെ ഒരു ചിന്താഗതിയായിരിക്കും അവർക്കുള്ളത്. അതേപോലെ തന്നെ സ്വന്തമായിട്ട് എല്ലാം അറിയാം എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ഫോൾസ് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവരോട് എന്തെങ്കിലും അഭിപ്രായം ചോദിക്കാനോ അല്ലെങ്കിൽ അറിയാത്ത എന്തെങ്കിലും കാര്യം മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വലിയ പരാജയങ്ങളിലേക്ക് ഇവർ പോവാറുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവർ അവരുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ഇടയ്ക്ക് വെച്ച് അത് ബ്രേക്ക് ചെയ്ത് ഇവരെക്കുറിച്ച് ഇവർ സ്വയം പുകഴ്ത്തി സംസാരിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും പഴയ കാല നേട്ടങ്ങളെക്കുറിച്ച്, ഇവർക്കുണ്ടായ പണ്ട് കാലത്തെ നേട്ടങ്ങളെക്കുറിച്ച് ഇവർ വാചാലമാകും. എന്നാൽ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് ഇവർക്ക് എപ്പോഴും മടിയായിരിക്കും. അതായത് അവർ ഈഗോയിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പുതിയ പല കാര്യങ്ങളും അവർക്ക് പഠിക്കാൻ പറ്റാതെ വരികയും അങ്ങനെയുള്ള പരാജയങ്ങളും അവർക്ക് സംഭവിക്കും. പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരാണെങ്കിലോ പദവി കുറഞ്ഞവരാണെങ്കിലോ ഒക്കെ അവരെ ബഹുമാനിക്കാനും അല്ലെങ്കിൽ അവരിൽ നിന്നും നല്ല നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് പഠിക്കാനും അത് നമ്മൾ ശ്രമിക്കണം. എല്ലാവരെയും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. എല്ലാ തർക്കങ്ങളിലും ജയിക്കണം എന്ന് വാശി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ മിണ്ടാതിരിക്കേണ്ട സ്ഥലത്ത് സൈലന്റ് ആയിട്ട് ഇരിക്കുക. ഒരാളുടെ വിജയം കണ്ടു കഴിഞ്ഞാൽ മനസ്സറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ അഭിനന്ദിക്കാനും ശ്രമിക്കുക. നമുക്കറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ചോദിച്ച് പഠിക്കുക. ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ ഈഗോ ഇല്ലാതാക്കാൻ സഹായിക്കും. അതുപോലെ ആരെങ്കിലും നമ്മളെ വിമർശിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലെങ്കിൽ അവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നമ്മൾ സ്വയം ഒന്ന് വിശകലനം ചെയ്തിട്ട് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കുക. ഒരിക്കലും ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരോട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അവരെ എതിർത്ത് സംസാരിക്കുകയോ ഒന്നും പോവാതെ നമ്മുടെ ഉള്ളിലും നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് അത് തിരുത്താൻ ശ്രമിക്കുക. എപ്പോഴും നമുക്ക് ചുറ്റിനുമുള്ളവരെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക.
കൂടുതൽ എംപത്തറ്റിക് ആകുക, അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്ത് നിന്ന് അവരുടെ ഭാഗം കൂടെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്നും കൂടെ ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യവും വാശിയും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ കൂടെ അത് സഹായിക്കും. ഈഗോ ഇല്ലാതാക്കുക എന്നതിന്റെ മീനിങ് ഒരിക്കലും സ്വയം ഇല്ലാതാവുക എന്നുള്ളതല്ല. ആവശ്യമായിട്ടുള്ള വാശികൾ ഉപേക്ഷിച്ചാൽ ജീവിതത്തിൽ കൂടുതൽ സമാധാനവും സന്തോഷവും ഒക്കെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാക്കി മാറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കൂടുതൽ സമാധാനം സന്തോഷം ഒക്കെ കൊണ്ടുവരാൻ നമുക്കും സാധിക്കും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.